ഹായ്, അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ മൂന്നാറിൽ പോയ വീഡിയോസാണ് ഞാൻ ഇന്ന് ഇതിൽ കാണിക്കുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറക്കാട് നാച്ചുറൽ റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഏകദേശം അവിടേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ എത്താറായി. മുകളിൽ അതിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശമൊക്കെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരാൾ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ നിന്ന് കുറച്ച് ഫോമുകൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അതിന് ശേഷം അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കുടിക്കാൻ തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. 7001, 7004. 7001 ഈ കാണിക്കുന്നത്. ഞങ്ങൾ AC റൂം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾ പോയ ടൈമിൽ കാലാവസ്ഥ ഭയങ്കര തണുത്ത കാലാവസ്ഥയായിരുന്നു. അത് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് ഞങ്ങൾക്ക് അധികം തണുപ്പ് വേണ്ട എന്നുള്ള ഇതിൽ ഞങ്ങൾ AC ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഇതാണ് 7004. 2 റൂമും നല്ല അടിപൊളി ആയിരുന്നു. ഏകദേശം ഞങ്ങൾ റൂമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങൾ ഭക്ഷണം ഹാളിലേക്ക് പോയി. ഭക്ഷണമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഭക്ഷണത്തിനായി കാത്തിരുന്നു. ഇതാണ് ഭക്ഷണത്തിൻ്റെ ഹാള്. പോയ ടൈമിൽ നല്ല തണുപ്പായിരുന്നു. എവിടെ നോക്കിയാലും നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. തേയിലത്തോട്ടവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പായിരുന്നു. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി റിസോർട്ടാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ വന്നു. ഓരോരുത്തരും ഓരോ ഭക്ഷണമായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ലോലിപോപ്പ്, പാനിപൂരി, ചപ്പാത്തി, ബിരിയാണി, മീൽസ്, പൊറോട്ട, അങ്ങനെ എല്ലാവരും ഓരോന്നായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ട്രക്ക് യാത്ര ഉണ്ടായിരുന്നു. അതിന് അവരുടെ വണ്ടി തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാൻ അവർ ഉപയോഗിച്ചിരുന്നത്. അതും ഏകദേശം കുറച്ച് ദൂരമുണ്ടായിരുന്നു. എങ്ങനെ നോക്കിയാൽ 2 സൈഡ് നോക്കിയാലും നല്ല നാച്ചുറൽ പ്രകൃതിയായിരുന്നു. അപ്പോൾ പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഏറ്റവും അടിപൊളി റിസോർട്ടാണ്. നമ്മൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം അവരുടെ ജീപ്പിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ട്രക്ക് യാത്ര ഞങ്ങൾ അവിടെ നിന്ന് അവളുടെ പ്രകൃതിയൊക്കെ കണ്ടതിന് ശേഷം അവളുടെ ഇതിലൊക്കെ ഓരോന്നിനും കയറിയതിന് ശേഷം തിരിച്ച് റിസോർട്ടിലേക്ക് പോരുന്ന വീഡിയോസാണ് ഈ കാണിക്കുന്നത്. അപ്പം അവിടുത്തെ യാത്ര ഒക്കെ കഴിഞ്ഞു. ഏകദേശം ഞങ്ങൾ 3/4 മണിക്കൂർ വരെ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. ഇത് അവിടെ നിന്ന് തിരിച്ചു പോരുന്നതാണ്. അപ്പം ഇനി അവിടെ കാണാനുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അവിടെ എന്തൊക്കെയാണ് ഉണ്ട് എന്നുള്ള വീഡിയോസാണ്. അപ്പം ഇതാണ് അവിടെ ഒരു റൂംസാണിത്. ഇത് ഏകദേശം കപ്പിൾസിനൊക്കെ പറ്റിയ റൂമാണ്. നല്ല അടിപൊളിയാണ്. എല്ലാ സൗകര്യവും അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മകന് ഒരു റൈഡിങ് നടത്തിയിരുന്നു. ആദ്യമൊക്കെ അവനക്ക് ഇതിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവനക്കത് ഇഷ്ടപ്പെട്ട് അവൻ 2 പ്രാവശ്യം അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറേ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ചെന്ന് പോയപ്പോൾ അവിടെ ഒരു യൂട്യൂബ് പേജ് ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോയിൽ ഇടാനാണ് അവർ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ രണ്ടാമതും അവരാണ് അതിൽ കയറ്റിയത്. അവരുടെ ചാനലിൽ ഉൾപ്പെടുത്താനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊന്നും അതിൽ കയറിയിട്ടില്ല. അപ്പം ഇതാണ് അവിടുത്തെ പ്രകൃതി. അടിപൊളിയായിരുന്നു. ഇതാണ് കപ്പിൾസിനെ പറ്റിയ റൂമുകൾ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യവും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പറക്കാട് നാച്ചുറൽ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചയ്ക്ക് എനിക്ക് തോന്നിയത് എവിടെ നോക്കിയാലും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക്, ചെടികളോടും അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളി റിസോർട്ടാണ്. അങ്ങനെ ഏകദേശം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകനെ ഈ തൂക്കുപാലത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും അതൊന്നും കയറിയിട്ടില്ല. കാരണം നമുക്ക് കയറാൻ ഭയമായിരുന്നു. ഏകദേശം അതിൻ്റെ ലാസ്റ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചൊക്കെ നടക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞങ്ങൾ പോയ ടൈമിൽ നല്ലൊരു മഞ്ഞുള്ള കാലാവസ്ഥയായിരുന്നു. മഴയും ഒരു മൂടൽ മഞ്ഞ് പോലെ ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു. കുട്ടികൾ ഇതിലൊക്കെ ഒന്ന് കയറി ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. തിരിച്ച് ഞങ്ങൾ പോകുന്ന വീഡിയോസാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പം അതിനുശേഷം ഞങ്ങൾ റൂമിലൊക്കെ പോയി കോഫിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പിസ്സ ഓർഡർ ചെയ്തു. അതിനുശേഷം ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് രാത്രിക്കത്തെ ഫുഡിൻ്റെ വീഡിയോസാണ്. അപ്പോൾ എല്ലാത്തരം വെറൈറ്റി ഫുഡും അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുണ്ടാക്കിയ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് തരം വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, സാലഡ്, ഉപ്പിലിട്ടത്, ഐസ്ക്രീം, കേക്ക്, ജ്യൂസ്, അങ്ങനെ എല്ലാത്തരം സാലഡും പലതരം ഉപ്പിലിട്ട വെറൈറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ കുറച്ച് കട്ടിങ് കേക്ക്, പുഡിങ്, ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ മകനെടുത്ത ഭക്ഷണമാണ് കാണിക്കുന്നത്. ശേഷം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കേക്ക്, പുഡിങ്ങൊക്കെ എടുത്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കാണുന്നത് അത് വീഡിയോ കാണിക്കുന്നത്. കൂടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് പറക്കാട്ടെ ജ്വല്ലേഴ്സാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.